ഹലോ നമസ്കാരം. നയന ക്രിയേഷൻസിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ബ്ലൗസിൻ്റെ കട്ടിംഗ് ആയിട്ടാണ്. അതിന് വേണ്ടിയിട്ട് ലൈനിങ്ങിൻ്റെ തുണി ഇതേപോലെ രണ്ടാക്കി മടക്കിയിട്ട് 1/2 ഇഞ്ച് താഴെ ഭാഗത്തേക്ക് മടക്കി വെച്ചിട്ടുണ്ട്. അതെന്തിനാണെന്ന് വെച്ചാൽ ബട്ടൺ പട്ട ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള തയ്യൽ തുമ്പാണ്. ഇനി അതിൻ്റെ മുകളിൽ ഫ്രണ്ട് പീസ് ഇതേപോലെ നടുമടക്കി തുണി മടക്ക് ഭാഗം ഞാൻ നിൽക്കുന്ന വശത്താണ്. അതിന് നീളം എത്രയാണോ വേണ്ടത് പ്ലസ് 2 ഇഞ്ച് മാർക്ക് ചെയ്യാം. 1/2 ഇഞ്ച് മുകളിൽ ഷോൾഡർ ജോയിൻ ചെയ്യാനും 1.5 ഇഞ്ച് താഴെ മടക്കി തയ്ക്കാനും വേണ്ടിയിട്ടുള്ളതാണ്. അതേപോലെ ഈ ഭാഗത്തും 1.5 ഇഞ്ച് തയ്യൽ തുമ്പ് 2 ഇഞ്ച് വെച്ചിട്ട് നീളം പ്ലസ് 2 ഇഞ്ച് മാർക്ക് ചെയ്യുക. രണ്ടും കൂടെ ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കാം. ഇനി ഷോൾഡർ 6 ഇഞ്ചാണ് കട്ട് ചെയ്യണത്. ആ പോയിൻറ്റിൽ നിന്ന് താഴെ ഭാഗത്തേക്ക് 6 ഇഞ്ച് ആം ഹോളിന് വേണ്ടിയിട്ട് മാർക്ക് ചെയ്യാണ്. ആം ഹോളിന് മാർക്ക് ചെയ്യുന്നത് ചെസ്റ്റിൻ്റെ 1/5 ആണ് എടുത്തിട്ടുള്ളത്. കഴുത്തകലം 2.5 ഇഞ്ച് മാർക്ക് ചെയ്യാം. കഴുത്ത് ബാക്ക് നെക്ക് 3.5 ഇഞ്ചിലും ഫ്രണ്ട് നെക്ക് 5.5 ഇഞ്ചിലുമാണ് മാർക്ക് ചെയ്തിട്ടുള്ളത്. അതിന് ശേഷം ഇതേപോലെ 2.5 ഇഞ്ച് താഴെ ഭാഗത്തും മാർക്ക് ചെയ്തതിന് ശേഷം ഒരു ബോക്സ് മാതിരി വരച്ചു കൊടുക്കാം. താഴെ ഭാഗത്തും അതേപോലെ തന്നെ 2.5 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ഇതേപോലെ ബോക്സ് വരച്ചു കൊടുക്കാം. കഴുത്തിൻ്റെ ഷേപ്പ് നമുക്ക് ഇഷ്ടമുള്ള എന്താണോ അതുപോലെ മാർക്ക് ചെയ്യാം. ഇത്രയും അളവിൻ്റെ ഉള്ളിൽ 1/2 ഇഞ്ച് ഷോൾഡർ സ്ലോപ്പ് ചെയ്ത് വരച്ചു കൊടുക്കാം. അതിന് ശേഷം ഈ ലൈനിൻ്റെ സെൻറ്റർ മാർക്ക് ചെയ്യുക. സെൻറ്റർ പോയിൻറ്റിൽ നിന്ന് ഒരു 3 പോയിൻ്റ് ഉള്ളിലേക്കും മാർക്ക് ചെയ്തിട്ടുണ്ട്. 1.25 ഇഞ്ച് കോർണറിന് ബാക്ക് നെക്കും 1/2 ഇഞ്ച് താഴെ ഭാഗത്ത് നെക്കല്ല കേട്ടോ, കൈക്കുഴിയും കൂടിയിട്ട് ഇതേപോലെ മാർക്ക് ചെയ്ത് കൊടുക്കാം. അതിന് ശേഷം ചെസ്റ്റിൻ്റെ 1/4 പ്ലസ് 2 ഇഞ്ച് മാർക്ക് ചെയ്യാം. തയ്യൽ തുമ്പ് ഇതേപോലെ ഷേപ്പ് ചെയ്ത് ലൈൻ വരച്ചു കൊടുക്കാം. അപ്പോൾ 1.5 ഇഞ്ചിൽ ബാക്ക് ആം ഹോളും 1/2 ഇഞ്ച് വ്യത്യാസത്തിൽ ഫ്രണ്ട് ആം ഹോളും ഇതേപോലെ ഷേപ്പ് ചെയ്തിട്ടുണ്ട്. താഴെ ഭാഗത്തുനിന്ന് 5 ഇഞ്ച് ഇതേപോലെ മാർക്ക് ചെയ്യുക. അത് സ്ലിറ്റിന് വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ. അതിനുശേഷം വേസ്റ്റിൻ്റെ ഭാഗത്ത് സെയിം അളവിൽ മുകളിൽ എത്രയാണോ എടുത്തത് അത്ര തന്നെ മാർക്ക് ഇത് വെച്ചിട്ട് തയ്യൽ തുമ്പ് വെച്ചിട്ട് 1 ഇഞ്ചിൽ ഇതേപോലെ തയ്യൽ തുമ്പ് വെച്ച് ലൈൻ വരച്ചു കൊടുക്കാം. വേസ്റ്റ് 11 ഇഞ്ചിലാണ് വേസ്റ്റിൻ്റെ ലെങ്ത്ത്. ഇപ്പോൾ മുകളിൽ മാർക്ക് ചെയ്തതിനേക്കാളും ഒരു 1/2 ഇഞ്ച് കുറച്ചിട്ടാണ് വേസ്റ്റിൻ്റെ ഭാഗത്ത് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. അതിനുശേഷം തയ്യൽ തുമ്പ് ഇതേപോലെ മാർക്ക് ചെയ്യുക, ഷേപ്പ് ചെയ്ത് വരച്ചു കൊടുക്കാം. ചെറുതായിട്ടൊന്ന് വളച്ച് വരച്ചു കൊടുക്കാം. ഇനി ബാക്ക് നെക്ക് ഇപ്പോൾ കട്ട് ചെയ്യണില്ല. ബാക്ക് ഭാഗം ഇതേപോലെ ആദ്യം ബാക്ക് ആം ഹോള് കട്ട് ചെയ്യാം. ഷോൾഡർ സ്ലോപ്പ് കട്ട് ചെയ്യാം, ബാക്ക് ആം ഹോളും കട്ട് ചെയ്യാം. ബാക്കി ഉള്ള തുണികളും കട്ട് ചെയ്ത് വെക്കാം. അതിന് ശേഷം വേസ്റ്റിൻ്റെ ഭാഗത്ത് നമ്മളുടെ തയ്യൽ വരുന്ന ഭാഗത്തൊക്കെ ഇതേപോലെ കട്ടിട്ട് കൊടുക്കാം. ഇനി ഫ്രണ്ട് ആം ഹോള് ഒന്ന് കുഴിച്ച് വെട്ടി കൊടുക്കാം. ഇനി ഇത് വെച്ചിട്ട് മെയിൻ ക്ലോത്തിൻ്റെ മുകളിൽ ലൈനിങ്ങിൻ്റെ ക്ലോത്ത് വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ ആദ്യം തന്നെ നമ്മൾ മെയിൻ ക്ലോത്തിൻ്റെ നല്ല ഭാഗത്ത് ലൈനിങ്ങിൻ്റെ തുണി ഇതേപോലെ അങ്ങനെ വെച്ചതിന് ശേഷം കഴുത്തും ഇതേപോലത്തെ ഷേപ്പാണ് ഞാൻ മാർക്ക് ചെയ്തിട്ടുള്ളത്. ആ ഷേപ്പിൻ്റെ മുകളിൽ കൂടെ വരച്ചു കൊടുക്കാം. ആ ഷേപ്പ് നമുക്ക് തയ്ച്ചെടുക്കാം. ഇനി ബാക്കിൽ ഇതേപോലെ 2.5 ഇഞ്ച് 1/2 ഇഞ്ച് ബട്ടൺ പട്ടയ്ക്ക് വേണ്ടിയിട്ട് കൂടുതൽ എടുത്തിട്ടുണ്ടായിരുന്നല്ലോ, അത് മടക്കി വെച്ചിട്ടുണ്ട്. അതിന് ശേഷം കഴുത്തിൻ്റെ അകലം മാർക്ക് ചെയ്യുക, നീളം മാർക്ക് ചെയ്യുക, എത്രയാണോ വേണ്ടതെന്ന് വെച്ചാൽ അതുപോലെ ഇവിടെ ബോക്സ് വരച്ചു കൊടുക്കാം. 2.5 ഇഞ്ച് വീതിയും 3.5 ഇഞ്ച് ഇറക്കുമാണ് ഇവിടെ മാർക്ക് ചെയ്തിട്ടുള്ളത്. ഇതേപോലെ ബോക്സ് വരച്ചതിന് ശേഷം നമുക്ക് നല്ല വശം വെച്ചിട്ട്
നല്ല വശത്തിൻ്റെ മുകളിൽ, മെയിൻ തുണിയുടെ നല്ല വശത്തിൻ്റെ മുകളിൽ ലൈനിങ്ങിൻ്റെ തുണി വെച്ചിട്ട് കഴുത്തിൻ്റെ ഷേപ്പ് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇനി നമുക്ക് കൈ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതേപോലെ പേപ്പറിലാണ് ആദ്യം കട്ട് ചെയ്യേണ്ടത്. അതെന്താ വെച്ചാൽ നമ്മളിപ്പോൾ ഫ്രില്ലുള്ള കൈയാണ് തയ്ക്കുന്നത്. അപ്പോൾ കൈയിൻ്റെ നീളം എത്രയാണെന്ന് വെച്ചാൽ അതിൽ നിന്ന് ബോർഡറിൻ്റെ വീതി മൈനസ് ചെയ്തതിന് ശേഷം ബാക്കി എനിക്ക് 5 ഇഞ്ചാണ് വേണ്ടത്. അതിൽ 1 ഇഞ്ച് പ്ലസ് ചെയ്തിട്ട് 6 ഇഞ്ച് പേപ്പറിൽ 6 ഇഞ്ചാണ് എടുത്തിട്ടുള്ളത്. ചെസ്റ്റിൻ്റെ 1/5 6 ഇഞ്ചാണ്, അതിവിടെ മാർക്ക് ചെയ്യുക. അതിന് ശേഷം മെയിൻ തുണിയിൽ, ബ്ലൗസിൻ്റെ തുണിയിൽ എത്രയാണോ നമ്മൾ തയ്യൽ തുമ്പ് വെച്ചിട്ടുള്ളത് അത്രയും മാർക്ക് ചെയ്യണം. അതിന് ശേഷം ചെസ്റ്റിൻ്റെ 1/12 എത്രയാണോ അത് മാർക്ക് ചെയ്യുക. എനിക്കിപ്പോൾ ഇവിടെ 2.5 ഇഞ്ചാണ് കിട്ടിയിട്ടുള്ളത്. ഞാനൊരു 1/2 ഇഞ്ചും കൂടെ തയ്യൽ തുമ്പ്, ഷോൾഡർ, കൈ ജോയിൻ ചെയ്യാൻ 1/2 ഇഞ്ച് വേണമല്ലോ, അതും കൂടെ മാർക്ക് ചെയ്തിട്ട് 3 ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ ഈ മടക്ക് ഭാഗത്ത് ഇതേപോലെ 1 ഇഞ്ച് മാർക്ക് ചെയ്തതിന് ശേഷം ഈ നമ്മൾ കൈക്കുഴി ഷേപ്പ് ചെയ്യാൻ വേണ്ടി വരച്ച ആ 3 ഇഞ്ചിലേക്ക് ലൈൻ വരയ്ക്കുക. ആ ലൈനിൻ്റെ സെൻറ്റർ മാർക്ക് ചെയ്യുക. സെൻറ്ററിൽ നിന്ന് 1/2 ഇഞ്ച് മുകളിലേക്ക് മാർക്ക് ചെയ്യുക. അവിടുന്ന് ഇതേപോലെ ഷേപ്പ് ചെയ്ത് കൊടുക്കുക. കയ്യിൻ്റെ ഈ പോയിൻറ്റിലേക്കാണ് ഷേപ്പ് ചെയ്യേണ്ടത്. അതിന് ശേഷം ആ സെൻറ്റർ മാർക്ക് ചെയ്തതിൻ്റെ 2 ഭാഗത്തും പകുതി ഭാഗം വെച്ചിട്ട് ഇതേപോലെ ഒരു മാർക്ക് ചെയ്തതിന് ശേഷം ഒന്നും ഇങ്ങനെ കുഴിച്ച് വെട്ടിക്കൊടുക്കാം. അപ്പോൾ ഈ 2 ഗ്യാപ്പും തമ്മിൽ 1/2 ഇഞ്ചിൻ്റെ വ്യത്യാസമാണ് വേണ്ടത്. അതിന് ശേഷം നന്നായിട്ട് ഈ ബാക്കി ഭാഗം ജോയിൻ ചെയ്തു. താഴെ ഭാഗത്ത് നമുക്ക് കയ്യിൻ്റെ വണ്ണം എത്രയാണോ വേണ്ടത് അതിൻ്റെ പകുതി മാർക്ക് ചെയ്യുക. ഈ 2 പോയിൻറ്റും കൂടെ ഒന്ന് ജോയിൻ ചെയ്തു. അതിന് ശേഷം തയ്യൽ തുമ്പ് താഴെ ഭാഗത്ത് ഒരു 1.25 ഇഞ്ചോളം മതിയാവും. അപ്പോൾ കയ്യിൻ്റെ പേപ്പറിൽ കട്ട് ചെയ്യൽ കഴിഞ്ഞു. ഇനി ഇതിങ്ങനെ ഫ്രണ്ട് ആം ഹോളും കൈക്കുഴി ഇതേപോലെ കട്ട് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ബ്ലൗസിൻ്റെ കുഴിച്ച് വെട്ടിയ ഭാഗത്ത് ഇതേപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. അത് ഫ്രണ്ടിലേക്ക് വരേണ്ട ഭാഗമാണ്. ഇനി തുണി നമുക്ക് എടുക്കേണ്ടത്, നമുക്ക് എത്ര തുണിയുണ്ട് അത്രയും തുണി നമുക്ക് കൂടുതൽ എടുക്കാം. എനിക്കിപ്പോൾ ഇവിടെ 3 ഇഞ്ച് എക്സ്ട്രാ 4 മടക്കി വെച്ചിട്ടുള്ളതാണ്. അതിൻ്റെ മുകളിൽ 2 കൈയിന് വേണ്ടിയിട്ടുള്ള തുണിയാണ് ഇപ്പോൾ ഇത്. അതിന് ഇതേപോലെ 3 ഇഞ്ചാണ് ഫ്രില്ല് വയ്ക്കാൻ വേണ്ടി. 3 ഇഞ്ച് എന്ന് പറയുമ്പോൾ മൊത്തത്തിൽ 6 ഇഞ്ച് വരും. പിന്നെ സെൻറ്റർ ഇതേപോലെ കട്ട് ചെയ്ത് കൊടുക്കാം. അതുപോലെ കയ്യിൻ്റെ വണ്ണം കഴിച്ച് ബാക്കിയുള്ള ഭാഗം മാർക്ക് ചെയ്തിട്ടുണ്ട്. ഈ മാർക്ക് വരെയാണ് നമുക്ക് ഫ്രില്ലായിട്ട് ഇട്ട് കൊടുക്കാനുള്ളത്. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ 3 ഇഞ്ചാണ് എനിക്ക് 2 ഭാഗത്തും വന്നിട്ടുള്ളത്. അപ്പോൾ സെൻറ്റർ കട്ട് ചെയ്ത ഭാഗത്തുനിന്ന് ഓരോ ഇഞ്ചിൽ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. 2 സൈഡിലും ഓരോ ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഒരു സൈഡിൽ 3 മറ്റേ സൈഡിൽ 3 വരും. സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്തതിന് ശേഷം ഫ്രില്ല് വെച്ച് കൊടുക്കുകയാണ് വേണ്ടത് 2 ഭാഗത്തുനിന്നും. ഇപ്പോൾ കഴുത്തൊക്കെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്, ഫ്രണ്ടും ബാക്കും. അതിന് ശേഷം ഇത് കട്ട് ചെയ്തെടുക്കണം. ഒരു കഷ്ടി 1/2 ഇഞ്ചോളം തയ്യൽ തുമ്പ് വെച്ചിട്ട് വേണം കട്ട് ചെയ്തെടുക്കാൻ. സോറി കേട്ടോ, തയ്ച്ചിട്ടുണ്ടായിരുന്നില്ല, തയ്ക്കണത് കാണിച്ചതാണ്. ഇപ്പോൾ ഇതേപോലെ തയ്ച്ചെടുക്കുക. അപ്പോൾ ഷേപ്പൊക്കെ വരുമ്പോൾ സൂചി ഇങ്ങനെ കുത്തി നിർത്തി ഫൂട്ട് പൊക്കി തുണി പതുക്കെ തിരിച്ച് ഈ വരച്ച അതേ ഷേപ്പിൽ തന്നെ നമുക്ക് തയ്ച്ചെടുക്കണം. അപ്പോൾ ഇനിയൊരു തയ്യൽ വിട്ടുപോവാതെ ഒരു 4 ഇഞ്ചോളം, എത്രയാണോ നമുക്ക് തയ്യലെത്തുമ്പോൾ വെക്കേണ്ടത് 4 ഇഞ്ച് വെച്ചാൽ മതിയാവും. ഇതേപോലെ കട്ട് ചെയ്ത് മാറ്റുക. അതിന് ശേഷം ചെറിയ ചെറിയ കട്ടിട്ട് കൊടുക്കാം. അപ്പോൾ ഇത് തിരിച്ചിടുന്ന സമയത്ത് നമുക്ക് നല്ല ഷേപ്പിൽ വരാൻ വേണ്ടിയിട്ടാണ്. ഇനി തയ്യൽ തുമ്പ് ലൈനിങ്ങിൻ്റെ ഭാഗത്തേക്ക് വരുന്ന രീതിയിൽ വെച്ചിട്ട് മുകളിൽ കൂടെ ഒന്ന് പതിച്ചടിച്ചു കൊടുക്കാം. ഇപ്പോൾ ഇതാ നല്ലൊരു കഴുത്തിൻ്റെ ഷേപ്പൊക്കെ നന്നായിട്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഫ്രണ്ട് നെക്ക് റെഡി ആയിട്ടുണ്ട്. ഇതേപോലെ തന്നെ ബാക്കും നമുക്ക് കട്ട് ചെയ്ത് സ്മോളായിട്ട് ചെറിയ ചെറിയ കട്ടുകൾ ഇട്ട് കൊടുത്തതിന് ശേഷം തിരിച്ചിടാം. അതുപോലെ തന്നെ ഇതേപോലെ പതിച്ചടിച്ചു കൊടുക്കാം.
ബാക്ക് ഓപ്പണാണ് തയ്ക്കുന്നത്. അപ്പോൾ ബാക്ക് സൈഡിൽ ഇതേപോലെ അങ്ങനെയാണ് പതിച്ചടിക്കണത്. അപ്പോൾ പതിച്ചടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലെ അങ്ങനെ സെറ്റാക്കി കൊടുക്കാം. അതിന് ശേഷം നമ്മൾ ഈ ലൈനിങ്ങിൻ്റെ തുണിയും മെയിൻ തുണിയും തമ്മിൽ ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. അതിന് ശേഷം കൈക്കുഴി കട്ട് ചെയ്യാം. ഷോൾഡറിൻ്റെ ഭാഗത്ത് അധികം എവിടെയൊക്കെ തുണി നിൽക്കുന്നുണ്ടോ അതൊക്കെ നമുക്ക് കട്ട് ചെയ്ത് ലെവലാക്കി എടുക്കാം. അത് ഫ്രണ്ടും ബാക്കും എല്ലാം കട്ടിങ്ങൊക്കെ കഴിഞ്ഞ് ലൈനിങ്ങിൻ്റെ തുണിയും മെയിൻ തുണിയും ഇതേപോലെ തയ്ച്ച് വെച്ചിട്ടുണ്ട്, അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞു. ഇനി ഷോൾഡർ ജോയിൻ ചെയ്യാം. അപ്പോൾ ഷോൾഡർ ജോയിൻ ചെയ്ത് കഴിഞ്ഞു. അതിന് ശേഷം ടോപ്പ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കഴുത്തിൻ്റെ ഭാഗത്ത്. ഇനി നമുക്ക് ബട്ടൺ പട്ടാക്കി വേണ്ടിയിട്ട് ഒരു ഭാഗത്ത് 3 ഇഞ്ച് തുണിയാണ് എടുത്തിട്ടുള്ളത്. ലെഫ്റ്റ് സൈഡിൽ 3 ഇഞ്ച് തുണി വീതിയിലെടുത്തിട്ട് ബ്ലൗസിൻ്റെ നീളം എത്രയാണോ അത്രയും നീളമല്ല, ഈ പട്ട വയ്ക്കുന്ന ഭാഗത്തെ നീളം കണക്കാക്കിയിട്ട് ഇതേപോലെ ഒരു പീസ് വയ്ക്കുക. വലത് ഭാഗത്ത് ഇതേപോലെ 2.5 ഇഞ്ചിൻ്റെ പീസ് എടുത്തിട്ട് നടുമടക്കിയിട്ട് ജോയിൻ ചെയ്ത് കൊടുക്കാം, സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അതിന് ശേഷം താഴെ ഭാഗത്തേക്ക് മടക്കി തയ്ച്ചെടുക്കാം. ഈ ഭാഗത്ത് ഹുക്ക് പിടിപ്പിക്കാനുള്ളതാണ്. ഈ 3 ഇഞ്ചിൻ്റെ പീസ് എടുത്ത ഭാഗത്ത് നമ്മൾ കുറച്ചൊന്ന് മുകളിലേക്ക് കയറ്റി വയ്ക്കണം, കഴുത്തിൻ്റെ ഭാഗത്ത് ഉള്ളിലേക്ക് മടക്കി തയ്ക്കാൻ വേണ്ടിയിട്ടാണ്. അതിനുശേഷം ആദ്യം ഒന്ന് ജോയിൻ ചെയ്യുക, പിന്നെ 2 പ്രാവശ്യം ആദ്യം ഒരു 1/2 ഇഞ്ച് മടക്കി വീണ്ടും ഒന്നും കൂടെ മടക്കിയിട്ട് വെച്ചിട്ട് തയ്ച്ചെടുക്കാം. ഈ ഭാഗത്താണ് ഹുക്ക് ഇടാനുള്ള പിടിപ്പിക്കുന്നത്, ഈ ഭാഗത്ത്. ഇതാ തയ്ച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതാദ്യം ഒന്ന് മടക്കിയതിന് ശേഷം വീണ്ടും ഒന്നും കൂടെ മടക്കിയിട്ട് താഴെ ഭാഗത്ത് ഇതേപോലെ ഒന്ന് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. മോൾ ഭാഗം ഉള്ളിലേക്ക് മടക്കി കൊടുക്കണം. നല്ല ഫിനിഷിംഗ് ആയിട്ട് തയ്ച്ചെടുക്കാം. ഈ ഭാഗം ഇതേപോലെ മോൾ വശം മടക്കി ഉള്ളിലേക്ക് മടക്കിയതിന് ശേഷം ഒരു ടോപ്പ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ടോപ്പ് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഈ ഭാഗം നമുക്ക് ഉള്ളിലേക്ക് മടക്കി വെച്ച് കൊടുക്കാനുള്ളതാണ്. ഈ ഉള്ളിലേക്ക് മടക്കണ ഭാഗത്താണ് നമ്മൾ ഹുക്ക് പിടിപ്പിക്കുന്നത്. ഇപ്പോൾ തയ്യൽ അറിയണവർക്കാണെന്നുണ്ടെങ്കിൽ ഇതൊന്നും പറയേണ്ട ആവശ്യമില്ല, അറിയാത്തവർക്കാണ് ഇതൊക്കെ വിശദമായിട്ട് പറയണത്. രണ്ട് ഭാഗത്തും ബട്ടൺ വയ്ക്കാനുള്ള പീസ് തയ്ച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ടക്ക് ഇട്ട് കൊടുക്കാനാണ്. ഷോൾഡറിൻ്റെ ഭാഗത്തുനിന്ന് 7 ഇഞ്ച് മാർക്ക് ചെയ്യുക. ആ 7 ഇഞ്ച് മാർക്ക് ചെയ്ത ഭാഗത്തുനിന്ന് 7.5 ഇഞ്ച് മാർക്ക് ചെയ്യുക. അതിൻ്റെ സെൻറ്റർ മാർക്ക് ചെയ്യുക. പിന്നെ സൈഡിൽ നിന്ന് 4 ഇഞ്ചാണ് മാർക്ക് ചെയ്യേണ്ടത്. അതിന് 3 പോയിൻ്റ്. സെൻറ്റർ പോയിൻറ്റിൽ 2 ഭാഗത്തേക്കും 1/2 ഇഞ്ച് വീതം മാർക്ക് ചെയ്തിട്ട് ഇതേപോലെ ഷേപ്പ് ചെയ്ത് കൊടുക്കാം. ഇവിടെ ഇത്രയും നീളത്തിൽ 7.5 ഇഞ്ച് നീളത്തിലാണ് ടക്ക് പിടിക്കുന്നത്. ഇനി ഫ്രണ്ട് പീസിൽ സെൻറ്ററിൽ നിന്ന് 2 ഭാഗത്തേക്കും 4 ഇഞ്ച് 4 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ 7 ഇഞ്ച് 7.5 ഇഞ്ച് നീളത്തിലുള്ള ടക്ക് മാർക്ക് ചെയ്യുക. സെൻറ്റർ മാർക്ക് ചെയ്തിട്ട് ഇതേപോലെ 1/2 ഇഞ്ചിൽ ടക്ക് പിടിക്കാൻ വേണ്ടിയിട്ട് ഷേപ്പ് വരച്ചു കൊടുക്കാം. അപ്പോൾ ബാക്കിൽ ആദ്യമേ തന്നെ സെൻറ്ററിൽ ഒരു തയ്യൽ കൊടുത്തതിന് ശേഷം ഇതേപോലെ മടക്കിയിട്ട് ഈ മാർക്ക് ചെയ്ത ഭാഗത്ത് തയ്ച്ചെടുക്കാം. അപ്പോൾ ഇതാ ഫ്രണ്ടും ബാക്കും ടക്ക് തയ്ച്ചെടുത്തിട്ടുണ്ട്. ഷോൾഡർ ജോയിൻ ചെയ്തു. ഇപ്പോൾ എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതൊരു ഭാഗത്തേക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് അടുത്തത് കയ്യിൻ്റെ ആണ്. കയ്യിന് സെൻറ്റർ മാർക്ക് ചെയ്ത ഭാഗത്തുനിന്ന് ഇതേപോലെ പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ 3 പ്ലീറ്റ്സേ ഇടുന്നുള്ളൂ.
കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ഇതേപോലെ ഓരോ ഇഞ്ച് കൂടുതൽ മാർക്ക് ചെയ്തതിന് ശേഷം അപ്പോൾ അതിനനുസരിച്ചിട്ട് തുണിയുടെ വലിപ്പം കൂട്ടിയെടുക്കണം. അപ്പോൾ തുണിയുടെ വണ്ണം വരുന്നത് 12 ഇഞ്ചാണെന്നുണ്ടെങ്കിൽ അതിന് 24 ഇഞ്ച് തുണി എടുത്തിട്ട് വേണം നമ്മളിങ്ങനെ രണ്ടാക്കി മടക്കി സെൻറ്റർ മാർക്ക് ചെയ്ത് ഇതേപോലെ പ്ലീറ്റ്സ് വെച്ച് കൊടുക്കാൻ. അപ്പോൾ ഈ പ്ലീറ്റ്സ് വെക്കുമ്പോൾ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരെണ്ണത്തിൻ്റെ മുകളിൽ ഒരെണ്ണം അങ്ങനെയാണ് വെക്കണത് താഴെ ഭാഗത്ത്. അപ്പോൾ രണ്ടാമത്തെ ഒരു സൈഡിൽ നിന്ന് ഈ വശത്തേക്കും ഈ സൈഡിൽ നിന്ന് ആ വശത്തേക്കുമാണ് പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കേണ്ടത്. പ്ലീറ്റ്സ് ഇട്ടതിന് ശേഷം തയ്ച്ചെടുക്കാം. ഇനി നമുക്ക് മോൾ ഭാഗത്ത് സെൻറ്റർ മാർക്ക് ചെയ്ത ഭാഗത്തുനിന്ന് 1/2 ഇഞ്ച് ഇതേപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുക. ഈ 1/2 ഇഞ്ചിലേക്ക് 1/2 ഇഞ്ച് വ്യത്യാസത്തിൽ നീക്കിയിട്ട് ഓരോ പ്ലീറ്റും ഇതേപോലെ സെറ്റ് ചെയ്തെടുക്കണം. മുകളിലും ഇതേപോലെ തന്നെ 3 പ്ലീറ്റ്സ് ഒരു ഭാഗത്തുനിന്ന് വലത് ഭാഗത്തുനിന്ന് ഇടത് ഭാഗത്തേക്കും ഇടത് ഭാഗത്തുനിന്ന് വലത് ഭാഗത്തേക്കും ഇതേപോലെ സെറ്റ് ചെയ്തെടുക്കണം. ഇനി ഇതേപോലെ പിൻ ചെയ്തെടുത്ത് കഴിഞ്ഞിട്ട് നമ്മൾ മെഷീനിൽ വെച്ച് തയ്ച്ചെടുക്കുക. അപ്പോൾ 2 കൈയും ഞാൻ ഇതേപോലെ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് 2 കൈയിൻ്റെയും ഇതേപോലെ പ്ലീറ്റ്സ് സെറ്റ് ചെയ്ത് തയ്ച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ 2 പീസ് പേപ്പറിൽ കട്ട് ചെയ്തെടുത്തിട്ടുള്ള കൈ നോക്കിയിട്ട് വേണം വയ്ക്കാൻ. നല്ല വശത്ത് കൈയിൻ്റെ 2 ഭാഗവും കുഴിച്ച് വെട്ടിയ ഭാഗം രണ്ടും ഇതേപോലെ നോക്കി വെക്കണം. 2 കൈയും ഒരേപോലെ ആവാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് അത് പറയുന്നത്. ഈ 2 ഭാഗത്തും നമ്മൾ മുൻഭാഗം കൈയിൻ്റെ ഫ്രണ്ട് നെക്കിൻ്റെ ഭാഗം കുഴിച്ച് വെട്ടിയ ഭാഗം മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് പേപ്പറിൽ. അപ്പോൾ ഇതേപോലെ തിരിച്ച് വെച്ച് രണ്ടും ഒരേ ഭാഗത്തേക്ക് വരുന്ന രീതിയിൽ ഇതിപ്പോൾ നോക്കിയാൽ മനസ്സിലാവുണ്ടാവും. കുഴിച്ച് വെട്ടിയ ഭാഗം വെച്ചിട്ട് ഇതേപോലെ പേപ്പറിൻ്റെ മുകളിൽ കൂടെ തയ്ച്ചെടുക്കാം. അപ്പോൾ ഈ പേപ്പറിൻ്റെ സെൻറ്റർ പോയിൻറ്റും ഈ തുണിയുടെ നമ്മൾ തയ്ച്ചെടുത്ത തുണിയുടെ സെൻറ്റർ പോയിൻറ്റും മാച്ച് ചെയ്യണ രീതിയിൽ വെച്ചിട്ട് പിൻ ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം പേപ്പറിൻ്റെ മുകളിൽ കൂടെ ഒരു സ്റ്റിച്ച് ചെയ്തെടുക്കാം. സൈഡിൽ കൂടെ വേണം സ്റ്റിച്ച് ചെയ്യാൻ. ഇപ്പോൾ പ്ലീറ്റ്സ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ അതനുസരിച്ചിട്ട് തുണി എടുത്തിട്ട് നമുക്ക് പ്ലീറ്റ്സ് കൂടുതൽ ഇട്ട് കൊടുക്കാം. ഇനി ഈ അധികമുള്ള തുണി വെട്ടി മാറ്റാം. ഈ അധികമുള്ള തുണി കട്ട് ചെയ്ത് മാറ്റാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പേപ്പർ ഇതിൻ്റെ മുകളിൽ വെച്ചിട്ട് തയ്ച്ചെടുത്തത്. അതിന് ശേഷം ഈ പേപ്പർ നമുക്ക് കീറിക്കളയാം. ഇതേപോലെ 2 കൈയും പേപ്പറിലൊക്കെ വെച്ച് തയ്ച്ച് പേപ്പർ കീറിക്കളഞ്ഞ് ഇതേപോലെ സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബോർഡർ 2 ഇഞ്ച് വീതിയിലാണ് എടുത്തിട്ടുള്ളത്. ആ 2 ഇഞ്ച് വീതിയിൽ ഇതിങ്ങനെ ബ്ലൗസിൻ്റെ കൈയിൻ്റെ താഴെ ഭാഗത്ത് ബോർഡർ തയ്ച്ചു കൊടുക്കാം. നമ്മൾ ബ്ലൗസിൻ്റെ നീളം എടുക്കുന്ന സമയത്ത് ബോർഡർ വെക്കേണ്ടതുണ്ടെങ്കിൽ ബോർഡർ എത്രയാണോ അതിനനുസരിച്ചിട്ട് വേണം. എത്രയാണോ ഫുൾ കൈയിൻ്റെ ലെങ്ത്ത് എത്രയാണോ വേണ്ടത് അതിൽ നിന്ന് ബോർഡറിൻ്റെ ലെങ്ത്ത് മൈനസ് ചെയ്യുക. അതിന് ശേഷം 1 ഇഞ്ച് കൂട്ടി വേണം മെയിൻ തുണി എടുക്കാൻ. അതിന് ശേഷം ഫ്രില്ലൊക്കെ വെച്ചതിന് ശേഷം ഇതേപോലെ ബോർഡർ തയ്ച്ചു കൊടുക്കാം. തയ്ച്ചു കൊടുത്തിട്ട് ടോപ്പ് സ്റ്റിച്ച് ചെയ്തു. അതിന് ശേഷം ലൈനിങ്ങിൻ്റെ തുണിയിൽ താഴെ ഭാഗം ഈ ബ്ലൗസിൻ്റെ കൈയിൻ്റെ നല്ല വശം ലൈനിങ്ങിൻ്റെ തുണിൻ്റെ മുകളിൽ വെച്ചിട്ട് തയ്ക്കുക.
അതിന് ശേഷം തിരിച്ചിട്ടിട്ട് ടോപ്പ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം, പതിച്ചടിച്ച് കൊടുക്കാം. അധികമുള്ളത് കട്ട് ചെയ്ത് മാറ്റാം. അപ്പോൾ കട്ട് ചെയ്യണതിന് മുമ്പായിട്ട് ഞാൻ കയ്യിൻ്റെ ഷേപ്പും ഈ ലൈനിങ്ങിൻ്റെ തുണിയും തമ്മിൽ ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ ഇതാ കൈ ശരിയായിട്ടുണ്ട്, 2 കൈയും റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് ബ്ലൗസിൻ്റെ ഫ്രണ്ട് ഭാഗം, കുഴിച്ച് വെട്ടിയ ഭാഗം ഫ്രണ്ട് ഭാഗത്തേക്ക് തന്നെ വരുന്ന രീതിയിൽ വേണം സെറ്റ് ചെയ്യാൻ. സെൻറ്റർ മാർക്ക് ചെയ്ത് സെൻറ്ററിൻ്റെ ഭാഗം സെൻറ്ററിൽ വെച്ച് ഇതേപോലെ തയ്ച്ചു കൊടുക്കാം. ഇപ്പോൾ ബ്ലൗസ് കൈയൊക്കെ ജോയിൻ ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ തയ്യൽ തുമ്പ് എത്രയാണോ നമ്മൾ ഇട്ടിട്ടുള്ളത് ആ തയ്യൽ തുമ്പ് മാർക്ക് ചെയ്യുക, കയ്യിൻ്റെ വണ്ണം. ഇപ്പം നമ്മൾ ബ്ലൗസ് വെട്ടിയ സമയത്ത് പോയിൻറ്റുകൾ മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ, കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. ആ കട്ട് രണ്ടും ഇതേപോലെ അങ്ങനെ മാച്ച് ചെയ്ത് വെച്ച് എത്രയാണോ തയ്യൽ തുമ്പ് വേണ്ടത് അതിങ്ങനെ ലൈൻ വരച്ചു കൊടുക്കാം. അതിന് ശേഷം താഴെ ഭാഗം മടക്കണം. സ്ലിറ്റിൻ്റെ ഭാഗം ആദ്യം ഒന്ന് മടക്കിയിട്ട് വീണ്ടും ഒന്നും കൂടെ മടക്കി തയ്ച്ചു കൊടുക്കാം. 2 വശവും ഇതേപോലെ തയ്ക്കണം. അതുപോലെ സൈഡ് കയ്യിൻ്റെ ഭാഗം മുതൽ സ്ലിറ്റിൻ്റെ ഭാഗം വരെ തയ്ച്ചു കൊടുക്കാം. ഇപ്പോൾ താഴെ മടക്കി തയ്ച്ചു, സ്ലിറ്റും എല്ലാ തയ്യലും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.